നമസ്കാരം സുഹൃത്തുക്കളെ. ചരിത്രവും പ്രകൃതിയും ഒത്തുചേരുന്ന അതിമനോഹരമായൊരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം. 17ാം നൂറ്റാണ്ടിലെ ആ വലിയ വാസ്തുവിദ്യാവിസ്മയം മറ്റേതുമല്ല, നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ചന്ദ്രഗിരി കോട്ടയാണ്. വെറുമൊരു പഴയ കൽക്കെട്ടല്ല കേട്ടോ ഇത്. ഒരുപാട് ഗൗരവമേറിയ, ത്രസിപ്പിക്കുന്ന കഥകൾ ഉറങ്ങുന്ന ഒരു കിടിലൻ ചരിത്ര സ്മാരകമാണിത്. അപ്പോ ഈ കോട്ടയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, അല്ലേ? ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. നിങ്ങളിതൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അതിവിശാലമായ അറബിക്കടലും ശാന്തമായി ഒഴുകിവരുന്ന പയസ്വിനി നദിയും പരസ്പരം കൂടിച്ചേരുന്ന ഒരു മാന്ത്രിക സംഗമസ്ഥാനം. കൃത്യം ആ പോയിന്റിലാണ് നമ്മുടെ ഈ ചന്ദ്രഗിരി കോട്ട തലയുയർത്തി നിൽക്കുന്നത്. കാസർഗോഡുള്ള പയസ്വിനി നദിയുടെ തീരത്ത് പോയി നിന്നാൽ ഈ കോട്ടയുടെ ആ ഒരു നിർമ്മാണ വൈദഗ്ധ്യം നമ്മളെ ശരിക്കും ഞെട്ടിക്കും. പ്രകൃതിയുടെ ഒരു വലിയ ക്യാൻവാസിൽ വരച്ചുവെച്ച മനോഹരമായൊരു ചിത്രം പോലെയല്ലേ ഇത്? എത്ര മനോഹരമാണല്ലേ! ഇനി ഈ കോട്ടയുടെ ഗാംഭീര്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ദേ ഈ ഒരൊറ്റ സംഖ്യ മാത്രം നോക്കിയാൽ മതി. 150. അതെ, സമുദ്രനിരപ്പിൽ നിന്ന് കൃത്യം 150 അടി ഉയരത്തിലാണ് ഈ കൂറ്റൻ നിർമ്മിതിയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ആ അതിവിശാലമായ കാഴ്ച, അത് വല്ലാത്തൊരനുഭവം തന്നെയാണ്. ഈ ഒരു ഉയരം കാരണം ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ചകൾ ശരിക്കും സ്വർഗീയമാണ്. ആകാശവും കടലും ചുവന്നു തുടുക്കുന്ന ആ സായാഹ്നങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് ഒട്ടുമിക്ക ആളുകളും ഇവിടേക്ക് വണ്ടി കയറുന്നത് തന്നെ. പക്ഷേ ഇന്ന് കാണുന്ന ഈ ഒരു പ്രകൃതി ഭംഗിക്കും ശാന്തതയ്ക്കും പിന്നിൽ വലിയൊരു സംഘർഷത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. കുറച്ചു നൂറ്റാണ്ടുകൾക്ക് പുറകോട്ട് പോയാൽ കോലത്തുനാട്, തുളുനാട് എന്ന് പറയുന്ന അതിശക്തരായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയായിരുന്നു ഈ ചന്ദ്രഗിരി നദി. ഇവ വെറും പേരുകളായിരുന്നില്ല. അധികാരത്തിനു വേണ്ടി എപ്പോഴും കടിപിടി കൂടിയിരുന്ന രണ്ട് വമ്പൻ മഹാശക്തികളായിരുന്നു. ശാന്തമായി ഒഴുകുന്ന ഈ നദിയായിരുന്നു അന്ന് ഈ രണ്ട് വലിയ അധികാര കേന്ദ്രങ്ങളെ തമ്മിൽ വിഭജിച്ചിരുന്നത്. പ്രകൃതിയുടെ വരമ്പുകൾ എങ്ങനെയാണ് മനുഷ്യന്റെ രാഷ്ട്രീയ അതിർത്തികളായി മാറുന്നതെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. ഈ ചരിത്രം എങ്ങനെയാണ് വികസിച്ചത് എന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. 16ാം നൂറ്റാണ്ടിനു മുമ്പ് ഇതൊരു സാധാരണ അതിർത്തി മാത്രമായിരുന്നു. പിന്നെ വിജയനഗര സാമ്രാജ്യം വന്ന് തുളുനാട് പിടിച്ചടക്കിയതോടെ കോലത്തുനാട്ടിലെ രാജാക്കന്മാർക്ക് ഈ ചന്ദ്രഗിരി പ്രദേശം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഇക്കേരി നായ്ക്കന്മാർ അഥവാ ബേദനൂർ നായ്ക്കന്മാർ ഇവിടുത്തെ അധികാരമേറ്റെടുത്തു. അവരിലെ ശിവപ്പ നായ്ക്കർ എന്ന ഭരണാധികാരിയാണ് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഈ കാണുന്ന ചന്ദ്രഗിരി കോട്ട പണിയെടുപ്പിച്ചത്. പിന്നെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഈ കോട്ട ഹൈദർ അലിയുടെയും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെയും ഒക്കെ കൈകളിലൂടെ മറിഞ്ഞ് ഒടുവിൽ 1956-ൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ സ്വന്തം ഭാഗമായി മാറി. നോക്കണേ, എത്രയെത്ര അധികാര കൈമാറ്റങ്ങളാണ് ഈ മണ്ണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുമൊരു പഴയ കെട്ടിടമല്ല, മറിച്ച് ചോരച്ചാലുകൾ വീണ യുദ്ധങ്ങളുടെ ജീവിക്കുന്ന ഒരു തെളിവാണ്. ഈ കോട്ടയുടെ പുരാതനമായ ചെങ്കൽ മതിലുകളിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അന്നത്തെ പീരങ്കി ആക്രമണങ്ങളുടെ പാടുകൾ ഇന്നും വളരെ വ്യക്തമായി കാണാം. അതെ, അധികാരത്തിനു വേണ്ടിയുള്ള ചോരക്കളികളുടെ മൗനമായ സാക്ഷികളാണ് ഈ മതിലുകൾ. ഓരോ കല്ലിലും പതിഞ്ഞിരിക്കുന്നത് ചരിത്രത്തിന്റെ ആഴമേറിയ മുറിവുകൾ തന്നെയാണ്. ആ പീരങ്കി ഉണ്ടകളുടെ പാടുകൾ കാണുമ്പോൾ തന്നെ അന്നത്തെ യുദ്ധങ്ങളുടെ ഭീകരത നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നും. ഇത്രയും രക്തരൂക്ഷിതമായ ചരിത്രമുള്ള ഈ യുദ്ധഭൂമിയിൽ ഇന്ന് അവശേഷിക്കുന്നത് എന്താണ്? ഇതൊരു നല്ല ചോദ്യമാണ്. പണ്ടത്തെ ആ യുദ്ധങ്ങളുടെയോ പോരാട്ടങ്ങളുടെയോ യാതൊരു ശബ്ദവും ഇന്ന് ഈ കോട്ടയിലില്ല. എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. പകരം ഇന്ന് ഭാരത സർക്കാർ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന ചരിത്ര സ്മാരകമായി ഈ കോട്ട മാറിയിട്ടുണ്ട്. ഭയാനകമായ ഒരു യുദ്ധഭൂമിയിൽ നിന്നും ഇന്നത്തെ ഈ ശാന്തമായ സ്മാരകത്തിലേക്കുള്ള മാറ്റം, അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രദേശം സഞ്ചാരികളുടെ ഒരു പൂർണ്ണമായ യാത്രാനുഭവമാണ്, ഒരു സ്വർഗം എന്ന് തന്നെ പറയാം. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പുരാതനമായ കീഴൂർ ശിവക്ഷേത്രം. അവിടെ നിന്നുള്ള ആ സൂര്യാസ്തമയം കാണാൻ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഒഴുകിയെത്തുന്നത്. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ പ്രശസ്തമായ ബേക്കൽ കോട്ടയുമുണ്ട്. അതുമാത്രമല്ല, അടുത്തുള്ള ചെറിയ ദ്വീപുകളിലേക്കും തെങ്ങിൻ തോപ്പുകളിലേക്കുമുള്ള ബോട്ട് യാത്രകൾ, ഹൗസ് ബോട്ട് യാത്രകൾ, ഐലൻഡ് ക്യാമ്പിംഗ്, വൈൽഡ് ലൈഫ് ടൂറുകൾ, അങ്ങനെ സഞ്ചാരികളെ ത്രസിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെയുണ്ട്. ചരിത്രം നേരിട്ട് കാണാനും ഒപ്പം പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും ഇതിലും മികച്ചൊരു സ്ഥലം വേറെയില്ല. അങ്ങനെ നമ്മുടെ ഈ വിവരണം അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. യുദ്ധത്തിന്റെ അതിർത്തിയിൽ നിന്ന് സമാധാനത്തിന്റെ സംഗമസ്ഥാനത്തേക്ക്. അതെ, ഇതൊരൊറ്റ വാചകത്തിൽ നമുക്ക് ചന്ദ്രഗിരി കോട്ടയെ വിശേഷിപ്പിക്കാം.
ഒരിക്കൽ 2 വമ്പൻ സാമ്രാജ്യങ്ങൾ വെട്ടിമരിച്ച പീരങ്കികൾ മുഴങ്ങിയ ഈ മണ്ണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ്. എന്ത് വലിയൊരു മാറ്റമാണല്ലേ! ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ നമ്മളറിയാത്ത വേറെ എത്ര ചരിത്ര രഹസ്യങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഉറങ്ങിക്കിടപ്പുണ്ടാവുക. ഈ കൽമതിലുകൾക്ക് ഇനിയും എന്തൊക്കെ കഥകൾ നമ്മളോട് പറയാനുണ്ടാവും. എന്തായാലും ഈയൊരു അറിവ് പുതിയ ചരിത്രങ്ങൾ തേടി പോകാൻ നിങ്ങൾക്കൊരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു കിടിലം വിഷയമായി നമുക്ക് വീണ്ടും കാണാം.